ഹലോ ഓൾ. ലിവർപൂൾ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ്. ലിവർപൂൾ വധം ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സത്യം. അങ്ങനെ പറയുന്നതാണ് ശരി. അപ്പോൾ പിള്ളേര് കഴിഞ്ഞ കളിയിൽ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ലിവർപൂളുമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ഞാൻ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു പേജിൽ, ഇറ്റ്സ് ടൈം ടു ലിവർപൂൾ വധം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ലിവർപൂൾ വധം തന്നെ ആഗ്രഹിച്ച് പ്രഡിക്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. കാരണം ചെൽസിനെ പരാജയപ്പെടുത്തി, അപ്പോൾ ലിവർപൂളിനെ അടിച്ചിടാം എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം ലിവർപൂളിനെ അടിക്കാനുള്ള ടീം നമുക്കുണ്ട് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കളി തുടങ്ങുന്നു. കളി അങ്ങോട്ട് തുടങ്ങിയ ഒരു 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 എന്താ പറയാ, ഒരു ഫസ്റ്റ് ഹാഫിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ കണ്ട ഒരു ലീഡ്സിനെ അല്ല കഴിഞ്ഞ കളി കാണാൻ സാധിച്ചത്. കഴിഞ്ഞ കളി നല്ല ഈ ഒരു സീസണിൽ സാധാരണ കാണുന്ന ഒരു ലീഡ്സ്, സാധാരണ ലീഡ്സിന്റെ കളി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഭയങ്കര അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിംഗ്. ഇപ്പം ബിഎൽസിയുടെ കാലത്തൊക്കെ ആണെങ്കിൽ തന്നെ 4-1 എന്നൊക്കെ ഉള്ള ഫോർമേഷനിലൊക്കെ കളിക്കുമ്പോഴൊക്കെ മൊത്തം അറ്റാക്കിംഗ് ആണ്. എന്നുവെച്ചാൽ ബാക്കിൽ നിന്ന് വരെ അറ്റാക്ക്. നമുക്ക് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഏലിംഗ് ഒക്കെ ചില സമയത്ത് അങ്ങ് ബോക്സിന്റെ അകത്ത് നിൽക്കുന്നതാണ്, ഗോൾ അടിക്കാനായിട്ട് അവിടെ പോയി നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മാതിരി എല്ലാരും കൂടി അറ്റാക്കിന് പോവുകയും, എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് ബാക്ക് വാൾ പൊട്ടുന്ന സമയത്ത് ഇത് മുതലെടുത്തുകൊണ്ട് ഒപ്പോണന്റ് ടീംസ് വന്ന് ഗോൾ ചുമ്മാ വന്ന് അടിച്ചിട്ട് പോകുന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഈ സീസൺ ലീഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസിൽ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഡിഫൻസിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഭയങ്കര മാരക അറ്റാക്കിംഗ് ആയിരുന്നു. പക്ഷെ ഈ അറ്റാക്ക് ഒന്നും ലീഡ്സിന്റെ ഡിഫൻസിന്റെ രോമത്തിൽ പോലും ഏശുന്നില്ല എന്നുള്ളതാണ്. മരണ ഡിഫൻസ് ആയിരുന്നു ലീഡ്സ്. ഫസ്റ്റ് ഹാഫ് മരണ ഡിഫൻസ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ്സ് 2 യെല്ലോ കാർഡൊക്കെ വാങ്ങുന്നുണ്ട്. അതും ഭയങ്കര മാരകമായിട്ടുള്ള ഭയങ്കര അഗ്രസീവ് ടാക്കിളിലൂടെ 2 യെല്ലോ കാർഡൊക്കെ വാങ്ങുന്നുണ്ട്. അത് തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഒരു കാരണവശാലും ആ വലക്കകത്ത് ഞങ്ങൾ ബോൾ കേട്ടത്തില്ല എന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിലാണ് എല്ലാ പ്ലേയേഴ്സും കളിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും അത്രയ്ക്ക് കട്ട ഡിഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം ലിവർപൂളിന്റെ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഈ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ഞാൻ നല്ല പേടിയായിരിക്കും. നമുക്ക് ഇങ്ങനെ ഇപ്പൊ കിട്ടും എന്നുള്ള ഒരു മെന്റാലിറ്റി ഇരിക്കുക. കാരണം അതേപടി ആയിരുന്നു ലിവർപൂളിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെയൊക്കെ ലീഡ്സ് മറികടക്കുകയാണ്. ആ ഒരു അറ്റാക്ക് ഒന്നും അല്ലാതായി പോകുന്നു ലീഡ്സിന് മുന്നിൽ എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു വഴി കഴിയുന്നപ്പം ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഇവര് ചെയ്യുന്നത് ഡിഫൻസ് ഇത്രയും മാരകമായിട്ട് ഡിഫൻസ് ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കാം എയർ ത്രൂ പാസുകളാണ് മുമ്പോട്ട് വെച്ചുകൊണ്ടിരുന്നതല്ല. അപ്പൊ പക്ഷെ അതാരും റിസീവ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിപ്പോ കാൽവർട്ട് ലൂയിസ് ആണെങ്കിലും ഒന്നും അത് റിസീവ് ചെയ്യുന്നില്ല വേണ്ട രീതിക്ക്. പിന്നെ വെഗിൽ വാണ്ടിങ്ങിനെ പോലെ ഒരു ബാക്ക് വോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ എയർ ബോൾ കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കളി അങ്ങോട്ട് അടുത്ത സെക്കൻഡ് ഹാഫ് തുടങ്ങി അങ്ങോട്ട് ഒരു 48ാമത്തെ മിനിറ്റിൽ ലിവർപൂൾ ആദ്യ ഗോൾ അടിക്കുകയാണ്. അപ്പൊ ആദ്യ ഗോൾ അടിക്കുന്നു. എന്നാൽ ആദ്യ ഗോൾ അടിച്ചിട്ട് എക്കിട്ടൊക്കെ ഒരു ഗോൾ അടിക്കുന്നു. 2 മിനിറ്റിന് ശേഷം, ജസ്റ്റ് 2 മിനിറ്റിന്റെ ഡ്യൂറേഷനിൽ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചാ ഇതിപ്പോ ലീഡ്സ് അതോ ആയല്ലോ എന്നുള്ള സെറ്റപ്പിൽ ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. പിന്നെ കളി കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നു. ലിവർപൂളിന്റെ അറ്റാക്കിങ്ങിനൊക്കെ ഒരു അയവ് വരുന്നു. ആ ഒരു സമയത്ത് 3 പിള്ളേർ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, നമ്മുടെ 3 ചെറുക്കന്മാര്. അതായത് ചെനാക്ക, വെൽഫ്രഡ്, ആരോൺസൺ. ഈ 3 കോംബോ ഉണ്ടല്ലോ, അത് ഇന്നത്തെ കളിയിലായിരുന്നു ശരിക്കും കാണേണ്ടത്. ഈ 3 പേര് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലീഡ്സിന്റെ കളി ടോട്ടലി മാറി. ഇപ്പൊ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു എയർ ബോൾ ത്രൂ ആ പരിപാടിയൊക്കെ നിന്നു. താഴെയായി കളി. താഴെ കൂടെ ഇങ്ങനെ ടക്ക 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 നമ്മളെ ടിക്കി ടാക്കൊക്കെ പോലെ വൺ ടച്ച് പാസുകൾ. എനിക്ക് എടുത്ത് പറയേണ്ട പ്ലെയർ എന്ന് പറയുന്നത് വെൽഫ്രഡ് ആണ്. വെൽഫ്രഡിന്റെ കണക്ഷൻ ഉണ്ടല്ലോ, ബോൾ ഇങ്ങനെ കാലേ കിടക്കുക. പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും പുള്ളി ബോളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഈ പോഗ്ബയൊക്കെ പണ്ട് കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഭയങ്കര കണക്ഷൻ ആള്. അതേപോലെ തന്നെ ടെനാക്കയുടെ കാലം വരുന്ന എല്ലാം വൺ ടച്ച് ടെനാക്ക. പിന്നെ അതേപോലെ ആരോൺസന്റെ ഒരു ക്വാളിറ്റി, പ്ലേയിങ് ക്വാളിറ്റി, അതും നമ്മൾ എടുത്തു പറയേണ്ട സാധനം. ഇവര് 3 പേരും കൂടി വന്നപ്പോഴത്തേക്ക് ശരിക്കും ലിവർപൂളിന്റെ ബാക്ക് വോളിലൊക്കെ ഒരു ഇളക്കം തട്ടാൻ തുടങ്ങി. കാരണം പിള്ളേര് വന്ന് മാരക കളി കളിക്കുന്നു. അവിടുന്ന് വിൽഫ്രഡിനെ ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്യുന്നതിന്റെ പേരിൽ ലീഡ്സ് ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നു. കാൽവർട്ട് ലൂയിസ് അത് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 1ാമത്തെ ഗോൾ അടിക്കുന്നു. ഏകദേശം എക്കിട്ടൊക്കെ അടിച്ച ആ ഒരു 2 മിനിറ്റിന്റെ ഡ്യൂറേഷനിലെ ഗോൾ നമ്മൾ പറഞ്ഞില്ലേ, അതിനൊരു റിവെഞ്ച് എന്നോണം 75ാം മിനിറ്റിൽ അടുത്ത ഗോൾ സ്കോർ ചെയ്യുന്നു. 2-2. അത് കറക്റ്റ് പറഞ്ഞാൽ ആരോൺസന്റെ ഒരു അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ വരുന്നത്. സ്റ്റാച്ച് ആണ് ആ ഗോൾ വിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 2-2 എന്ന സ്കോറിൽ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റേഡിയം ഞാൻ ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴും അത് തോന്നുന്നുണ്ട്. എന്തോ എനിക്ക് ആൻഫീൽഡിനേക്കാളും വിഷയം അത് എലൻ റോഡ് തന്നെയാണ്. അത് എന്റെ ഒരു അഭിപ്രായമാണത്. നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മതി.
എലൻ റോഡിനെ ആൻഫീൽഡുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എലൻ റോഡിന്റെ സൗണ്ട് അത് എവിടെയില്ല. എലൻ റോഡിലെ സൗണ്ട്, ക്രൗഡിന്റെ സൗണ്ട്, അത് ആർക്കും അവകാശപ്പെടാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ പിന്നീട് ഈ ക്രൗഡിന്റെ മുന്നിലാണ് ലിവർപൂൾ കളിക്കുന്നത്. അതായത് ആൻഫീൽഡിൽ നിന്നും വന്ന പിള്ളേരാണ് അവര് എലൻ റോഡിന് മുന്നിൽ മൂക്കുകുത്തി വീഴുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ലിവർപൂളാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർ തിരിച്ചു വരുന്നു. അവർ ഒരു 80ാമത്തെ മിനിറ്റിൽ ഡൊമിനിക് വഴി അവർ തിരിച്ചു വരുന്നു. ഡൊമിനിക് 80ാമത്തെ മിനിറ്റിൽ ലീഡ്സിനെ കൊന്നു എന്നുള്ള രീതിയിൽ, ഇനിയിപ്പോ കളിയില്ല എന്നുള്ള രീതിയിൽ 80ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തു. അങ്ങനെ സ്കോർ 3-2 ആവുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ വാൻഡിക്കൊക്കെ ഭയങ്കര മാരക ട്രൈ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 78ാമത്തെ മിനിറ്റിൽ വാൻഡിക്കിൽ ഒരു ഹെഡർ വരുന്നുണ്ട് കേട്ടോ. അത് വാൻഡിക്ക് ഞാനിവിടെ ഉണ്ടാവേ എന്നുള്ളൊരു മട്ടിലുള്ള ഒരു ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലീഡ്സിന്റെ ഗോൾ കീപ്പർ അവൻ അത് വിഷയമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അതൊരു എനിക്കൊന്ന് ഈ ഇടയിൽ കണ്ടതിൽ ഏറ്റവും മികച്ചൊരു സേവ് ആയിരുന്നു അത് പുള്ളിയുടെ കയ്യിൽ എവിടെയും തട്ടിയില്ല എന്നുണ്ടെങ്കിൽ അകത്ത് കറക്റ്റ് വീഴുന്ന സാധനം. പക്ഷെ അത് കിടിലം സേവ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ ഗോൾ വരുന്നത്. 80ാമത്തെ മിനിറ്റിൽ ഗോൾ വരുന്നു. പക്ഷെ ലീഡ്സിന്റെ ഫാൻസ് ഉണ്ടല്ലോ, അവര് അവിടൊന്നും തളരുന്നില്ല. അവര് വീണ്ടും ഒരു 10 മിനിറ്റ് കളിയുള്ളൂ. പക്ഷെ 10 മിനിറ്റ് അവർ കൊടുക്കുന്ന ഒരു എനർജി ഉണ്ട് പ്ലേയേഴ്സിന്. ആ എനർജിയാണ് പിന്നീട് പ്ലേയേഴ്സിന്റെ അവരാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അവസാനം 96ാമത്തെ മിനിറ്റിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ ടനാക്ക പണി പറ്റിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ കൂടുണ്ട് എന്ന മട്ടിൽ ഈക്വലൈസ് ചെയ്യുകയാണ്. 3-3. എന്താണിത്? ഞാൻ കട്ടിൽ ചാടിയൊക്കെ എണീച്ച്, ഞാൻ ഫോണിലെ കളി കണ്ടോണ്ടല്ലോ, ചാടിയൊക്കെ എണീച്ച് വിഷയം എന്നുവെച്ചാൽ നമുക്ക് ആർക്കാരും എന്താ പറയാ, അത്രയും നമുക്കൊരു ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ച് അത്രയും നമുക്ക് ഒരു എന്താ പറയാ, ഒരു എനർജി ഉണ്ടാക്കുന്ന പരിപാടിയായി പോയി. 3-3. എനിക്ക് ഓർമ്മ വന്നത്, ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് 2020-21 സീസണിലെ ടൈറ്റിൽ അടിച്ചതിന് ശേഷമുള്ള സീസൺ, ലിവർപൂൾ ടൈറ്റിൽ അടിച്ചതിന് ശേഷമുള്ള സീസൺ, അതായത് 21-22 സീസൺ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതില് 16 വർഷങ്ങൾക്ക് ശേഷം ലീഡ്സ് പ്രീമിയർ ലീഗിലേക്ക് വരികയാണ്, ഒരു ഹോം കമ്മിങ് നടത്തുകയാണ്. ഞാൻ പണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു മത്സരം പോലെ തന്നെ ഫീൽ ചെയ്തു. അന്ന് 4-3 ആയിരുന്നു സ്കോർ. അന്ന് 2 പെനാൽറ്റി കൺവേർട്ട് ചെയ്തതിന്റെ പേരിലാണ് ലിവർപൂൾ അന്ന് ലീഡ്സിനെ 4-3 എന്ന സ്കോറിൽ തോൽപ്പിക്കുന്നത്. അന്ന് ഇത് തന്നെയാണ്, അടിക്ക് തിരിച്ചടി അതേ പരിപാടിയായിരുന്നു. അപ്പൊ ആ ഒരു സെയിം കളി പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇന്നലെ ലീഡ്സ് തോറ്റിരുന്നെങ്കിൽ പോലും എനിക്ക് ആ 3-2 എന്നുള്ള സ്കോർ പോലും എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം ലീഡ്സിനെ സംബന്ധിച്ച് ലീഡ്സും ലിവർപൂളും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം പഴയ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഏജ് ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ലീഡ്സ് ഭയങ്കര ഒരു ഹിസ്റ്ററിയൊക്കെ ഉള്ള ക്ലബ്ബാണ്, കാര്യം ശരിയാണ്. പക്ഷെ ടീം ബേസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ലീഡ്സ് ഒന്നും ഇപ്പോൾ ഈ പറഞ്ഞ ചെൽസിക്കും അല്ലെങ്കിൽ ലിവർപൂളിനും സിറ്റിക്കും യുണൈറ്റഡിനും ഒന്നും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള വലിയ വലിയ ടീമിനെ അടിച്ചൊതുക്കുന്ന പരിപാടി ലീഡ്സിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് വെച്ചുകൊടുക്കുക. ചിലർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പറയാൻ ഇത്രേ ഉള്ളൂ, ലീഡ്സിനെ ഭയക്കുക, പിള്ളേരെ ഭയക്കുക. താങ്ക് യു.